ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 28 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 29-ാമത്തെ ശ്ലോകം നോക്കാം. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹിനസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം. ഹി എന്തുകൊണ്ടെന്നാൽ സർവത്ര എല്ലായിടത്തും, സമം ഒരുപോലെ, സമവസ്ഥിതം വസിക്കുന്നവനായി, ഈശ്വരം ഈശ്വരനെ, പശ്യൻ കാണുന്നവൻ, ആത്മാനം തന്നെ തന്നെ, ആത്മനാ സ്വയം, ന ഹിനസ്തി ഹീനനാക്കുന്നില്ല അഥവാ ഹനിക്കുന്നില്ല അഥവാ അധപ്പതിപ്പിക്കുന്നില്ല. അതായത് സ്വയം ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. തതഃ അനന്തരം പരാം ഗതി പരമപദത്തെ യാതി പ്രാപിക്കുന്നു. എല്ലായിടത്തും ഒരുപോലെ വസിക്കുന്നവനായി ഈശ്വരനെ കാണുന്നവൻ, തന്നെ തന്നെ അധപ്പതിപ്പിക്കുന്നില്ല അഥവാ തന്നെ തന്നെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അനന്തരം പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. സകല ജീവജാലങ്ങളിലും ഒരേപോലെ വസിക്കുന്നവനാണ് ഈശ്വരൻ എന്ന സത്യം അറിയുന്നവൻ ഒരിക്കലും സ്വയം അധപ്പതിക്കുന്നില്ല, മറിച്ച് സ്വയം ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അയാൾ സകല ജീവജാലങ്ങളിലും തന്നെ തന്നെയാണ് ദർശിക്കുന്നത്. തൻ്റെ ഉള്ളിലുള്ള അതേ ഈശ്വര ചൈതന്യമാണ് മറ്റുള്ളവരിലും വർത്തിക്കുന്നത് എന്നറിയുന്ന അയാൾ ഒന്നിനെയും ഹിംസിക്കുകയില്ല. കാരണം അന്യനെ ഹിംസിച്ചാൽ അത് തന്നെ തന്നെയാണ് അധപ്പതിപ്പിക്കുന്നത് എന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. ആത്മഹിംസയും പരഹിംസയും ഒന്ന് തന്നെയാണ്. ഈ തത്വം അറിയുന്നവൻ എല്ലാറ്റിലും ഒരേപോലെ ഈശ്വരൻ വസിക്കുന്നു എന്നറിയുന്നവൻ സമദർശിയും മുക്തനുമാകുന്നു. ക്രമേണ അയാൾ പരമഗതിയെ പ്രാപിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.